ഹായ്, വെൽക്കം ടു എഡ്ഫി ലേണിംഗ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലകളെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോശം എന്താണ്, വിവിധ തരത്തിലുള്ള കോശങ്ങൾ, കോശഭാഗങ്ങൾ, സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ കോശത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള കലകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് കലകൾ, അതുപോലെ തന്നെ കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ എന്താണ്, വിത്ത് കോശങ്ങൾ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജന്തുകലകൾ, രണ്ട് തരത്തിലുള്ള കലകളുണ്ട്, സസ്യകലകളും ജന്തുകലകളും ഉണ്ട്. എന്താണ് ജന്തുകലകൾ, ജന്തുകലകളിലെ വിവിധ തരം ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്താണ് കലകൾ? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ട് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, ജീവന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോശങ്ങളാണ്. ഇങ്ങനത്തെ കോശങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കലകൾ എന്ന് പറയാം. അപ്പോൾ വിവിധ തരത്തിലുള്ള കോശങ്ങളുടെ ഒരു കൂട്ടം എടുത്താൽ അതൊരിക്കലും കലകളാവില്ല. ഈ കോശങ്ങൾ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതാവണം. അതായത് എല്ലാ കോശങ്ങളും, ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ധർമ്മം, ഓക്സിജന്റെ സംവഹനം, ഈ ഓക്സിജന്റെ സംവഹനം എന്ന് പറയുന്ന ധർമ്മം നിർവഹിക്കുന്ന എല്ലാ കോശങ്ങളും കൂടി ചേർന്നതിന് നമ്മൾ കലകൾ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുകയും വേണം. അങ്ങനെയുള്ള സമാന കോശങ്ങളുടെ കൂട്ടം, ഒരേപോലെയുള്ള കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കോശങ്ങൾ കൂടി ചേർന്നിട്ട് രൂപപ്പെടുന്നതാണ് കലകൾ. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങളാണ് നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിവയെല്ലാം അല്ലേ. ഇതോരോന്നും ഓരോ പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതാണ്. നമുക്കറിയാം, നാഡീകോശങ്ങൾ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതും നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന കോശങ്ങളാണ് നാഡീകോശങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ കോശങ്ങളല്ല ഉള്ളത്, കോടിക്കണക്കിന് നാഡീകോശങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള നാഡീവ്യവസ്ഥയാണ് ഈ ഒരു ധർമ്മം ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള തണുപ്പോ ചൂടോ ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. ചൂട് കൂടിയാലും നമ്മളറിയും, തണുപ്പ് കൂടിയാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ പിന്നോണ്ട് കുത്തി, അവിടെ നമ്മൾ വേദന അപ്പം തന്നെ അറിയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ വിശപ്പ്, ദാഹം, ഇതെല്ലാം നമ്മൾ അറിയുന്നത്. ഇത് നമ്മൾ അറിയുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ശരീരം ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അതായത് തണുപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബ്ലാങ്കറ്റോ എന്തെങ്കിലും ഒക്കെ എടുക്കും. അതുപോലെ ചൂട് കൂടുമ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങിലേക്ക് പോകും. വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ശരീരം ആ പ്രവൃത്തിയെക്കെതിരെ പ്രതികരണവും നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള കോശങ്ങളെയാണ് നമ്മൾ നാഡീകോശങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ നാഡീകോശങ്ങൾ ഒന്നോ രണ്ടോ നാഡീകോശങ്ങളല്ല, ഞാൻ പറഞ്ഞു കോടിക്കണക്കിന് നാഡീകോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇത്തരത്തിലുള്ള നാഡീകോശങ്ങളുടെ കൂട്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡീകലകൾ. ഇതുപോലെ പേശീകോശങ്ങൾ, നമുക്കറിയാം നമ്മളെ ശരീരത്തിൽ അസ്ഥിയോട് ചേർന്നിട്ട് നമ്മുടെ ചലനം സാധ്യമാക്കുന്ന കോശങ്ങളാണ് പേശീകോശങ്ങൾ. നമ്മുടെ മാത്രമല്ല, ഒരുപാട് ആന്തരിക അവയവങ്ങൾ, നമുക്കറിയാം ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ചലനം, തരംഗചലനം, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. അതുപോലെ നമ്മുടെ അന്നപഥത്തിൽ മാത്രമല്ല, നമ്മുടെ ശ്വാസകോശത്തിൽ ആ ഭിത്തിയിൽ ചലനമുണ്ട്. അതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഉള്ളിൽ, ഇപ്പം നമ്മളെ വൻകുടലും ചെറുകുടലും, അതിൻ്റെ ഉള്ളിലൊക്കെ ഭക്ഷണം അതിലൂടെ പോകുമ്പം, ഇതാണ് കുടലെങ്കിൽ അതിലൂടെ ഇങ്ങനെയുള്ള തരംഗ രൂപത്തിലാണ് പോകുന്നത്. ഈ ചലനമൊക്കെ സാധ്യമാക്കുന്നത് പേശീകോശങ്ങളാണ്. ഒരുപാട് പേശീകോശങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന കലയെ നമ്മൾ പേശീകല എന്ന് പറയും. രക്തകോശങ്ങൾ, ഓക്സിജൻ്റെ സംവഹനവും മറ്റുള്ള ഹോർമോണുകൾ, ഇത്തരത്തിലുള്ള രാസാഗ്നികളും എല്ലാം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കോശങ്ങളാണ് രക്തകോശങ്ങൾ. ഒരുപാട് രക്തകോശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് രക്തം എന്ന് പറയുന്ന യോജക കല രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രക്തം എന്ന് പറയുന്നതും ഒരു തരം കലയാണ്. പക്ഷെ അത് നമ്മൾ രക്തകല എന്നല്ല പറയുക, രക്തം ഒരു യോജക കലയാണ്. അടുത്തതായിട്ട് അസ്ഥികോശങ്ങൾ. യോജക കലയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് അസ്ഥികോശങ്ങൾ. നമ്മളെ ശരീരത്തിന് ഈ ഉറപ്പും ആകൃതിയും ഒക്കെ നൽകുന്ന കോശങ്ങളാണ് അസ്ഥികോശങ്ങൾ. ഒരുപാട് അസ്ഥികോശങ്ങൾ കൂടിച്ചേർന്നതിന് നമ്മൾ അസ്ഥികല എന്ന്
പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ. എങ്ങനെയാണ്? നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിക്കുന്ന ഉടനെ ഇത്ര വലിയ സൈസ് ഉണ്ടാവുമോ? ഒരു തീരെ ചെറുതായിരിക്കും അല്ലേ? എന്നാൽ ഈ ജനനത്തിന് മുമ്പ് ഭ്രൂണാവസ്ഥയിൽ, ഭ്രൂണത്തിൻ്റെ തുടക്കത്തിൽ സിക്താണ്ഡം എന്ന് പറയുന്ന ഒറ്റ കോശമായിട്ടാണ് രൂപപ്പെടുന്നത്. അതായത് സ്ത്രീയിൽ നിന്നുള്ള അണ്ഡവും പുരുഷനിൽ നിന്നുള്ള ബീജവും കൂടി ചേർന്നിട്ട് ഒരൊറ്റ കോശം രൂപപ്പെടും. ആ കോശത്തിനെയാണ് നമ്മൾ സിക്താണ്ഡം എന്ന് പറയുന്നത്. ഈ സിക്താണ്ഡം എന്ന് പറയുന്ന ഒരൊറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്ന് വരുന്നത്. അതിനെ സഹായിക്കുന്നത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരൊറ്റ കോശമായിരിക്കും. അതിനെയാണ് നമ്മൾ സിക്താണ്ഡം എന്ന് പറയുക. പിന്നീട് ഈ സിക്താണ്ഡം വിഭജിച്ച് രണ്ടെണ്ണമായിട്ട് മാറും. ഇതിങ്ങനെ വിഭജിച്ചിട്ട് രണ്ടെണ്ണമായിട്ട് മാറും. പിന്നെ ഈ രണ്ട് നാലെണ്ണമായിട്ട് മാറും. ഇങ്ങനെ സിക്താണ്ഡം വിഭജിച്ചിട്ട് കോശങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടാവും. ഇതുപോലെ കോശങ്ങളുടെ ഒരു കൂട്ടം, ഇത് ഓരോന്നും ഓരോ കോശങ്ങളായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഭ്രൂണകോശങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ സിക്താണ്ഡം വിഭജിച്ച് കോശങ്ങളുടെ ഒരു കൂട്ടമായി മാറുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഭ്രൂണകോശങ്ങൾ എന്ന് പറയുക. പിന്നീട് ഈ ഭ്രൂണകോശങ്ങളിൽ നിന്ന് ഈ ഒരു കോശമാണെങ്കിൽ ഇത് തുടർന്ന് വിഭജിച്ചായിരിക്കും ചിലപ്പോൾ അസ്ഥികല ഉണ്ടാവുന്നത്. അതുപോലെ ഈ ഒരു കോശം വിഭജിച്ചായിരിക്കും രക്തകലകളായിട്ട് മാറുന്നത്. ഇതൊന്ന് വിഭജിച്ചിട്ടായിരിക്കും ഹൃദയത്തിലേക്കുള്ള കലകൾ രൂപപ്പെടുന്നത്. ഇങ്ങനെ സിക്താണ്ഡം എന്ന് പറയുന്ന ഒരു കോശം ആദ്യം തന്നെ വിഭജിച്ച് കോശങ്ങളുടെ ഒരു കൂട്ടമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഭ്രൂണകോശങ്ങൾ എന്ന് പറയുന്നത്. തുടർന്ന് ഈ ഭ്രൂണകോശങ്ങളിൽ നിന്ന് ഓരോ കോശങ്ങൾ ഓരോ കലകളായിട്ട് മാറും. അതിനുശേഷം തുടർന്ന് ആ രീതിയിൽ വിഭജിച്ചിട്ടാണ് ആ ഒരു അവയവം രൂപപ്പെടുന്നത്. സിക്താണ്ഡം വിഭജിച്ച് ഒരുപാട് കോശങ്ങളുള്ള ഭ്രൂണകോശമായിട്ട് മാറും. അതാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഭ്രൂണകോശാവസ്ഥയിലും കോശത്തിൻ്റെ ഏത് കോശമായിട്ടത് മാറിക്കഴിഞ്ഞിട്ടില്ല. അത് സിക്താണ്ഡം പോലെ തന്നെയുള്ള കോശങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. പിന്നീട് ഈ ഭ്രൂണകോശങ്ങളിലാണ് വൈവിധ്യവൽക്കരണം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു തവണ രക്തകലയായിട്ട്, ഒരു കോശം രക്തകലയായിട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രക്തകോശമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ കോശത്തിന് പിന്നെ ഒരിക്കലും തിരിച്ച് ഭ്രൂണകോശമായിട്ട് മാറാൻ കഴിയില്ല. അത് ജീവിതകാലം മുഴുവനും രക്തകോശമായി തന്നെയാണ് വിഭജിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തവണ ഈ വൈവിധ്യവൽക്കരണം നടന്നു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ഭ്രൂണകോശമായിട്ട് മാറാൻ കോശങ്ങൾക്ക് കഴിവില്ല. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വിത്ത് കോശങ്ങൾ. ഞാൻ പറഞ്ഞു, ഒരു തവണ കോശ വൈവിധ്യവൽക്കരണം നടന്നു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ഭ്രൂണകോശമായിട്ട് മാറാൻ കഴിയൂല അല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അപകടം പറ്റിയ ഭാഗത്ത് പുതിയ കോശങ്ങൾ വന്ന് ചേരണം. അതുപോലെ തന്നെ നമ്മുടെ രക്തകോശത്തിൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസം. അത് കഴിയുമ്പോൾ ഈ അരുണ രക്താണുക്കൾ അതിൽ നിന്ന് പോകും. അതായത് അതിൻ്റെ ജീവൻ അവിടെ കഴിയും. തുടർന്ന് അടുത്ത അരുണ രക്താണുക്കൾ അവിടെ വരണ്ടേ? അപ്പം ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ഏത് കോശമായിട്ടും രൂപമാറ്റം ചെയ്യാൻ കഴിയുന്ന കുറച്ച് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വേണം. ഇങ്ങനെ ഏത് കോശമായിട്ടും രൂപമാറ്റം ചെയ്യാൻ കഴിയുന്ന കോശങ്ങളെയാണ് നമ്മൾ വിത്ത് കോശങ്ങൾ, സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. വിത്ത് കോശങ്ങളുടെ പ്രത്യേകത, ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു കോശം രക്തകല അല്ലെങ്കിൽ രക്തകോശമായി മാറിക്കഴിഞ്ഞാൽ അതിന് പിന്നെ വേറെ ഒന്നുമായിട്ട് മാറാൻ കഴിയില്ല. എന്നാൽ ഈ വിത്ത് കോശത്തിന് നമ്മൾ ഈ പറഞ്ഞ ഏത് കോശമായിട്ടും, നാഡീകോശമായിട്ടും രക്തകോശമായിട്ടും ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ളത് കൊണ്ട് വിത്ത് കോശങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ. വിത്ത് കോശങ്ങളെ മൂലകോശങ്ങൾ എന്നും പറയുന്നു. ഒന്നുകിൽ ഇത് എന്ത് ചെയ്യും? വിഭജിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു കോശമായിട്ട് മാറും, അല്ലെങ്കിൽ ഇത് വിത്ത് കോശമായി തന്നെ തുടരും. എന്തായാലും നമ്മുടെ ശരീരത്തിൽ കുറച്ച് കോശങ്ങൾ വിത്ത് കോശമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ
മജ്ജ, ത്വക്ക്, അന്നപദം തുടങ്ങിയ ഭാഗങ്ങളിലാണ്. പ്രധാനമായിട്ടും കാണുന്നത് മജ്ജയിലാണ്. മജ്ജ എവിടെയാണ് കാണുന്നത് നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? അസ്ഥിയുടെ ഉൾഭാഗത്ത് കാണുന്നതാണ് മജ്ജ. അവയ്ക്കുള്ളിലാണ് പ്രധാനമായിട്ടും വിത്ത് കോശങ്ങൾ കാണുന്നത്. ഈ മജ്ജയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞ രക്തകോശങ്ങൾ. ഒരു തവണ രക്തകോശങ്ങളുടെ ആയുർദൈർഘ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ രക്തകോശങ്ങൾ രൂപപ്പെടുന്നത് മജ്ജയിൽ നിന്നാണ്. അതുപോലെ തന്നെ ത്വക്ക്, നമുക്കറിയാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുന്ന ഭാഗമാണല്ലേ നമ്മൾ ഈ ത്വക്ക്, സ്കിന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു തവണ എന്തെങ്കിലും ഒരു മുറിവോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുതിയ കോശങ്ങൾ വന്ന് അവിടെ മൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വിത്ത് കോശങ്ങൾ ത്വക്കിൽ കാണുന്നു. അതുപോലെ തന്നെ അന്നപദവും, ഭക്ഷണം പോകുന്ന ആ ഭാഗത്തും ഒരുപാട് വിത്ത് കോശങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പം ഈ വിത്ത് കോശങ്ങളാണ് അവിടേക്ക് പുതിയ കോശങ്ങളായിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ ഈ വിത്ത് കോശങ്ങൾ വെച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി എന്നൊക്കെ പറയും, ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രധാനമായിട്ടും രക്താർബുദം, നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയും, ല്യൂക്കീമിയയ്ക്കൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വിത്ത് കോശങ്ങൾ നമ്മൾ മജ്ജയിൽ നിന്ന്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മജ്ജയിൽ നിന്നൊക്കെ വിത്ത് കോശങ്ങൾ എടുത്തിട്ട് നമ്മൾ പുറത്ത് കൾച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നിക്സ്. അതുപോലെ പ്രമേഹം, ഡയബറ്റിസ്, പാർക്കിൻസൺസ് ഒരു നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ നാഡീവ്യവസ്ഥ പറയുമ്പം അവിടെ പറയും നാഡിയിലെ ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഒരു നാഡീയ പ്രേഷകം ഉണ്ടാവാത്തത് വഴി വരുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വിത്ത് കോശങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത് ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ്. ശരീരത്തിൽ പ്രധാനമായിട്ടും മജ്ജയിലും ത്വക്കിലും അന്നപദത്തിലുമാണ് വിത്ത് കോശങ്ങൾ കാണുന്നത്. വിത്ത് കോശങ്ങളുടെ മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ജന്തുകലകളാണ് പറയുന്നത്, അതായത് ജീവികളിൽ കാണുന്ന കലകൾ. ജീവികളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കലകളുണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ആവരണകല, അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂ. ആ പേരിൽ നിന്ന് തന്നെയുണ്ട് അതിൻ്റെ ധർമ്മം എന്താണ് എന്നുള്ളത്. ആവരണം ചെയ്യുക, ഒന്നാകെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളെയാണ് നമ്മൾ ആവരണ കല എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആവരണ കോശങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടായ കലയാണ് ആവരണ കല. നമ്മളെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആവരണ കലയുടെ ധർമ്മം. നമ്മുടെ ഈ ത്വക്കില്ലേ, അതാണ് നമ്മൾ ആവരണ കലയായിട്ട് പറയുന്നത്. നമ്മുടെ ഈ ത്വക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഒരുപാട് കോശങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ ആവരണകല കാണുന്നത് നമ്മുടെ ത്വക്കിൽ മാത്രമല്ല, നമ്മുടെ അന്നപദത്തിൻ്റെ ഉൾഭിത്തിയിൽ. അന്നപദം എന്ന് പറയുമ്പം നമ്മുടെ ഈ അന്നപദം ഇവിടുന്ന് നമ്മൾ ഗ്രസനി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഭാഗം, അതുകൂടാണ്ട് ചെറുകുടൽ, വൻകുടൽ, ഇതിൻ്റെയൊക്കെ ഉൾഭാഗത്ത് കാണുന്നത് ആവരണ കലയാണ്. പ്രധാനമായിട്ടുള്ള ആവരണ കലയുടെ ധർമ്മം എന്ന് പറയുന്നത് സംരക്ഷണം. ഞാൻ പറഞ്ഞു, പുറത്തു നിന്നുള്ള അന്യവസ്തുക്കളിൽ നിന്നും രോഗാണുക്കളും ഒക്കെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറുന്നത് തടയുന്നത് ഈ കട്ടിയുള്ള ആവരണ കല നമ്മളെ ശരീരത്തിലുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ ഉള്ളിൽ ഈ അന്നപദത്തിൽ കാണുന്ന ആവരണ കലയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ആഗിരണം ചെയ്യുക. അതുപോലെ സ്രവങ്ങൾ, നമ്മുടെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള സ്രവങ്ങളുടെ ആവശ്യമുണ്ട്. ഇപ്പം ദഹനം നടക്കണമെങ്കിൽ ദഹനരസങ്ങൾ വേണം അല്ലേ, അതുപോലെ ഹോർമോണുകൾ എന്ന് പറയുന്ന രാസാഗ്നികൾ വേണം, ശ്ലേഷ്മം വേണം. ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ആവരണ കലയാണ്. അതുപോലെ വസ്തുക്കളുടെ ആഗിരണം, ആവശ്യമുള്ള ജലവും ലവണങ്ങളും എല്ലാം ആഗിരണം ചെയ്ത് എടുത്ത് വിവിധ കലകൾക്ക് കൊടുക്കുന്നതും ആവരണ കലയാണ്. ആവരണ കലയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്, അപ്പോൾ ഒന്ന് അത് സംരക്ഷണം നടത്തുന്നുണ്ട്, മറ്റൊന്ന് അത് ആഗിരണം ചെയ്യുന്നുണ്ട്, വസ്തുക്കളെ ആഗിരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അത് ദഹനരസങ്ങൾ ഉൾപ്പെടെ വിവിധ സ്രവങ്ങൾ സ്രവിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയെയാണ് നമ്മൾ ആവരണ കല എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു നാഡീകല. നമ്മളെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല.
ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിനോട് ചേർന്ന് വിവിധ നാഡികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. നമ്മൾ പുറത്തു നിന്നുള്ള കാര്യങ്ങളും ഉള്ളിലുള്ള കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്ന കലയാണ് നാഡീകല. അപ്പോൾ ശരീരത്തിനകത്തും പുറത്തും ഞാൻ പറഞ്ഞു വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്രധാനമായിട്ടും അറിയുന്നത് ചൂട്, തണുപ്പ്, അതുപോലെ വേദന എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ തൊടുന്ന സ്പർശം അറിയുന്നുണ്ടല്ലേ, ഇതൊക്കെ പുറത്തു നിന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ പ്രകാശം, ശബ്ദം, ഇതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. പ്രകാശം വരുമ്പം നമ്മൾ ഒന്നുകിൽ നേരിട്ട് കണ്ണിലേക്ക് നല്ല വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒന്നുകിൽ കണ്ണടയ്ക്കും അല്ലെങ്കിൽ നമ്മൾ മുഖം തിരിക്കും. ഇത് നമ്മൾ ശരീരം അറിഞ്ഞ് ചെയ്യുന്ന പ്രതികരണമാണ്. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നമ്മളെ ശരീരം ആ പ്രകാശത്തിനെതിരെ നടത്തുന്ന പ്രതികരണമാണ്. ഇതുപോലെ ശബ്ദം, ഒരാൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കും. അപ്പം നമ്മളെ ശരീരം ഇങ്ങനെ പുറത്ത് നിന്നുള്ള ഒരുപാട് കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ അകത്ത് ഞാൻ പറഞ്ഞു ആന്തരികമായിട്ട് വിശപ്പ്, ദാഹം, ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്നുണ്ട്. അതുകൂടാതെ ശരീരത്തിനകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന കലയാണ് നമ്മൾ നാഡീകല എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പേശികല. നമ്മളെ ശരീരത്തിൽ സങ്കോചിക്കാനും അതായത് ചുരുങ്ങാനും തിരിച്ചു പൂർവ്വസ്ഥിതിയിലേക്ക് വരാനും കഴിയുന്ന ഒരേ ഒരു കലകളാണ് പേശികലകൾ. അപ്പം ഇങ്ങനെ ചുരുങ്ങാനും നിവരാനും തിരിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള ഈ കഴിവ് കൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ചലനങ്ങളും സാധ്യമാവുന്നത്. നമ്മൾ കൈ മടക്കണമെങ്കിലും കാല് മടക്കണമെങ്കിലും ഓടണമെങ്കിലും ചാടണമെങ്കിലും ഒക്കെ ആ ഭാഗത്തുള്ള പേശികൾ പ്രവർത്തിക്കണം അല്ലേ. അപ്പോൾ പേശിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് സങ്കോചിക്കുകയും തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്ന ചലനം. ഇത്തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന കലകളെയാണ് നമ്മൾ പേശി കലകൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 650ഓളം പേശികളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 650. പേശികല എന്ന് പറയുന്നത് സങ്കോചിക്കാൻ, ചുരുങ്ങാനും തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനും കഴിവുള്ള കോശങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന. പേശികലയാണെങ്കിൽ ചലനം സാധ്യമാക്കുന്നു, നാഡീകലയാണെങ്കിൽ അകത്തും പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നു എന്നിങ്ങനെയുള്ളതാണ്. എന്നാൽ യോജക കല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കലകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിന് താങ്ങായി വർത്തിക്കുന്ന കലകളാണ് യോജക കലകൾ. അതായത് മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളെയാണ് നമ്മൾ യോജക കലകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ടെൻഡനുകളും സ്നായുക്കളും. പേശികൾ, ഇപ്പോൾ ഇതാണ് ഒരു അസ്ഥിയെങ്കിൽ ഈ അസ്ഥിനെയും പേശീനെയും, ഇപ്പോൾ ഇവിടെ പേശി കലകളുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തണം. ഈ അസ്ഥിയും പേശിയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടേ, അതിന് ഇത് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന കലകളാണ് ടെൻഡനുകൾ. ഇതൊരു തരം യോജക കലയാണ്. അതുപോലെ നമ്മളെ ശരീരത്തിൽ നമുക്കറിയാം 206 അസ്ഥികളുണ്ട് അല്ലേ. ഈ 206 അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന, അതായത് അസ്ഥികളെ തമ്മിൽ, ഇവിടെ ഒരു അസ്ഥിയും ഇവിടെ ഒരു അസ്ഥിയും ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന യോജക കലയാണ് സ്നായുക്കൾ. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, പേരുകൾ തമ്മിൽ മാറിപ്പോരുത്. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന കലകളെ ടെൻഡനുകൾ എന്നും അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന കലകളെ നമ്മൾ സ്നായുക്കൾ എന്നും പറയുന്നു. അതുപോലെ തന്നെയുള്ള യോജക കലയാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല എന്നിങ്ങനെയുള്ളത്. തരുണാസ്ഥി എന്ന് പറയുന്നത് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയും. നമ്മുടെ ഈ ചെവിയുടെ പുറകുവശം, ചെവിയുടെ പിന്നാന്ന് പറയുന്ന ഭാഗം, നമ്മൾ ചെവിക്കുട എന്ന് പറയുന്ന ഈ ഭാഗമില്ല അത്, അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ഈ പുറമെ കാണുന്ന ഭാഗം, ഇതൊക്കെ ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ ആവാൻ കാരണം അവിടെയൊക്കെ കാണുന്നത് തരുണാസ്ഥികളാണ്. ഇങ്ങനെ
തരുണാസ്ഥികൾ യോജക കലയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ മറ്റൊന്നാണ് നാരുകല. നാരുകല എന്ന് പറയുന്നത് ഈ അസ്ഥിയും തരുണാസ്ഥിയും അസ്ഥി എന്ന് പറയുന്നത് നമുക്കറിയാം ശരീരത്തിന് ദൃഢത നൽകുന്ന ഭാഗമാണ്. ഈ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത്, അതുപോലെ നമ്മുടെ നട്ടെല്ലിൻ്റെ ഒക്കെ ഇടയിൽ തരുണാസ്ഥി കാണുന്നത് കൊണ്ടാണ് ആ ഭാഗം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കാണുന്നത്. അപ്പോൾ അസ്ഥിയുടെ അതേ ധർമ്മമാണ് തരുണാസ്ഥിക്കുള്ളത്, അതായത് ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുക എന്നുള്ളത്. പക്ഷേ അസ്ഥിനേക്കാളും ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് തരുണാസ്ഥികൾ. എന്നാൽ നാരുകല എന്ന് പറയുന്നത് ബാക്കിയുള്ള കലകൾ, പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലേ. നമ്മുടെ കണ്ണ്, കിഡ്നി, ഹൃദയം, വൃക്ക, ഹൃദയം, കരൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അവയവങ്ങളെല്ലാം അതിൻ്റെ യഥാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒരു അവയവവും അവിടുന്ന് ഇളകിപ്പോകുന്നില്ല. ഇങ്ങനെ ഇളകിപ്പോവാതെ ആ അവയവത്തിന് അതിൻ്റെ സ്ഥാനത്ത് തന്നെ പിടിച്ചു നിർത്തുന്ന കലകളെയാണ് നമ്മൾ നാരുകലകൾ, നമ്മൾ ഇംഗ്ലീഷിൽ ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അസ്ഥികൾ ഓരോ അവയവത്തിനെയും അതിൻ്റെതായ സ്ഥാനത്ത് നിർത്തുന്ന കലകളാണ് നാരുകലകൾ. ഈ നാരുകലകളുടെ സഹായത്തോടെയാണ് ഓരോ അവയവവും അതിൻ്റെ യഥാസ്ഥാനത്ത് തന്നെ നിലനിന്ന് പോരുന്നത്. നമ്മളൊന്ന് പെട്ടെന്ന് വീണ് വിചാരിച്ചോ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ ഒന്നും ഈ അവയവങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകി പോവാത്തതിന് കാരണം ഈ ഓരോ അവയവത്തിനെയും അതിൻ്റെ സ്ഥാനത്ത് നാരുകലകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ അവയവത്തിനെയും അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിക്കാൻ സഹായിക്കുന്ന യോജക കലകളാണ്. നമ്മൾ യോജക കല പറഞ്ഞപ്പോഴേ പറഞ്ഞു മറ്റ് കലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന കലകളാണ് യോജക കലകൾ. അതുപോലെ പദാർത്ഥ സംവഹനത്തിന്, രോഗപ്രതിരോധത്തിനും സഹായിക്കുന്ന യോജക കലയാണ് രക്തം. രക്തത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ വേറെ പറയുന്നുണ്ട്. ഒരുപാട് രക്തകോശങ്ങളുണ്ട്. അരുണരക്താണുക്കളും ശ്വേതരക്താണുക്കളും ഉണ്ട്. അരുണരക്താണുക്കളുടെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 3.4 to 4.5 മില്യൺ ആണ് ഓരോ മില്ലിലിറ്റർ ബ്ലഡിലും. 1 മില്ലിലിറ്റർ ബ്ലഡ് എടുത്താൽ. അതുപോലെ തന്നെ കാണുന്ന മറ്റൊന്നാണ് ശ്വേതരക്താണുക്കൾ. ഈ ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്. എന്നാൽ അരുണരക്താണുക്കളാണ് പദാർത്ഥ സംവഹനത്തിന്, നമ്മൾ ഈ പറഞ്ഞ ഓക്സിജനും മറ്റുള്ള ലവണങ്ങളും ജലവും എല്ലാം തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് യോജക കലയായ രക്തമാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ കലകൾ എന്താണെന്ന് പറഞ്ഞു. ഒരു ധർമ്മം നിർവഹിക്കുന്ന സമാന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോശ വൈവിധ്യവൽക്കരണം പറഞ്ഞു. സിക്താണ്ഡം എന്ന് പറയുന്ന ഒരൊറ്റ കോശത്തിൽ നിന്ന് കോശ വിഭജനം വഴിയാണ് നമ്മൾ ഈ പറയുന്ന ഇത്രയും വൈവിധ്യമാർന്ന കോശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രക്രിയനെയാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിത്ത് കോശങ്ങൾ, ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ 4 തരത്തിലുള്ള ജന്തുകലകളാണ് പറഞ്ഞത്. ആവരണകല, ശരീരത്തിന് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന. നാഡീകല, പ്രതികരിക്കാൻ സഹായിക്കുന്ന കലകൾ. അതുപോലെ പേശീകല, ശരീരത്തിൻ്റെ ചലനം സാധ്യമാക്കുന്ന കലകൾ. യോജക കല, വിവിധ കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലകൾ. താങ്ക് യു.